അങ്ങനെ ഞങ്ങൾ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പൂനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. മെട്രോയിലാണ് പോണത്. കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് നേരെ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾക്ക് അടുത്തൊരു മാളുണ്ട്, അവിടെ പോകാനാണ്. മിനിമം ചാർജ് 25, അത് 1 കിലോമീറ്റർ. പിന്നെ ഓരോ കിലോമീറ്ററും 17 രൂപ, 16 രൂപ. ഭയങ്കര ട്രാഫിക്കാണ് പൂനെ. നമ്മളൊരു മാളിക്ക് പോവാം. ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ മീറ്ററിലോട്ട് പോകുന്നത്. അതായത് ഓരോ റേറ്റ് വരാം. എത്ര ആദ്യം നമ്മൾ ടീമിൽ വെച്ചപ്പോൾ 100 രൂപയാണ്. പിന്നെ പേര് നമുക്ക് മീറ്ററിൽ പോകാം. അപ്പോൾ എന്താണ് അവസ്ഥ എന്നറിയില്ല, നോക്കാം. ആകെ 200 മീറ്റർ ഓടിയിട്ടുള്ളൂ. 2 മിനിറ്റ് 2.3 സമയം വെയിറ്റിങ്. ഫുൾ ട്രാഫിക്കാണ്. റെയിൽവേ സ്റ്റേഷൻ പോകാൻ പോകുന്നത് നമ്മൾ ബ്ലഡ് ടൈമാണ് 5 മിനിറ്റ്. നോക്കാം. ഫുൾ ട്രാഫിക്. മഴയും പെയ്യുന്നത്. വൈകുന്നേരം 5 ടൈമാണ്. അതാണ് ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഇതെന്താ മഴ? അപ്പോൾ നമ്മൾ പൂനെയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ കുറച്ച് സമയം കളയാൻ വേണ്ടിയിട്ട് എം ജി എം അല്ലേ മാളുടെ പേര്? എസ് ജി എം മാള്, എസ് ജി എസ് മാളിലേക്ക് നിൽക്കുകയാണ്. അതാണ് എസ് ജി എസ് മാൾ. അപ്പോൾ എസ് ജി എസ് മാളിൽ കുറച്ച് ദിവസം ട്രെയിന് 12 മണിക്കാണ്. സമയം 8:30 ആയിട്ടുള്ളൂ. സ്പെൻഡ് ചെയ്യാതെ വിചാരിച്ചൂടെ. അടിപൊളി മാളാണ്, കുഴപ്പമൊന്നുമില്ല. മാളിൻ്റെ ഉള്ളിലാണെങ്കിലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോയി. സ്ട്രീറ്റ് ഫുഡ്, മസാല ദോശ കഴിച്ചു, ബിരിയാണി കഴിച്ചു, പിന്നെന്തോ ഒരു താലിയല്ല, വേറെ സാധനമില്ല. വേറെ സാധനം കഴിച്ചു. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മാളിന്ന് കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് നമ്മുടെ SGM മാള്. SGM മാള് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി മാളൊക്കെ തന്നെയാണ്. കാരണം അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വരുന്ന 2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരുന്ന ഒരു മാളാണ്. നമുക്ക് സമയം പോകാനും കാര്യത്തിനൊക്കെ നല്ല പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ കയറിയിരുന്ന് നമ്മൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ച്, നല്ല റേറ്റാണ്. ഒരു കോഫിക്ക് 50 രൂപ കൊടുത്തു. നല്ല കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നൈസായിട്ട് അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് അതിനുള്ളിൽ കുറച്ച് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങനെ തോന്നി ഒന്ന് ജസ്റ്റ് സ്ട്രീറ്റിൻ്റെ അപ്പുറത്ത് അവിടെ നിന്ന് പോകാമെന്നുള്ള പ്ലാൻ ഇട്ടു. അങ്ങനെ ആ സ്ട്രീറ്റിലോട്ട് പോകാനുള്ള പരിപാടിനായിട്ട് നമ്മൾ മുന്നോട്ട് അവിടെ സ്ട്രീറ്റ് ഫുഡും കിട്ടും, നല്ല ഫുഡും കഴിക്കാമല്ലോ എന്നുള്ള പ്ലാനിൽ പോയി. ഇതാണ് അവിടുത്തെ മാള്. മാളിൻ്റെ സീലിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വർക്കൊക്കെ നല്ല രസമുണ്ട്, നല്ല ആംബിയൻസ് ഇരുന്ന് അവിടെ. അപ്പോൾ ഇത് താഴ്ഭാഗമാണ്, ഫുള്ള് ഫുഡ് കോർട്ടാണ്. പിന്നെ നേരെ മോൾ ഭാഗമാണ് ഈ കാണുന്നത്. നമ്മൾ മുകളിലോട്ട് കയറിയപ്പോൾ അവിടെ SGS ഐ ലവ് SGS എന്നൊരു ബോർഡൊക്കെ ഉണ്ട്. അവിടെ വെച്ചിട്ട് കുറേ ആൾക്കാർ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് 2-3 സെൽഫിയൊക്കെ എടുത്തിട്ട് എല്ലാം അവിടെ നിന്ന് പിരിയാനുള്ള പ്ലാൻ ഇട്ടു. അപ്പോൾ കണ്ടില്ല, ഇതാണ് സീലിംഗ് വർക്കൊക്കെ വന്നേക്കുന്നത്, നല്ല അടിപൊളിയായിട്ടുണ്ട്, രസമുണ്ട് കാണാൻ. അപ്പോൾ അങ്ങനെ പൂനെയിൽ വല്ലാണ്ടൊന്നും കറങ്ങാൻ പറ്റിയിട്ടില്ല. ഈ 2-3 ലൊക്കേഷനിലൊന്ന് ജസ്റ്റ് കറങ്ങി നമ്മൾ നേരെ തിരിച്ച് സ്ട്രീറ്റിലോട്ട് പോകാനുള്ള പരിപാടി. സ്ട്രീറ്റ് ഡ്രസ്സിൻ്റെ ഒക്കെ ഉള്ളൊരു കടകളാണ്. അപ്പോൾ അവിടെ നിന്ന് പോകാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ SGS മാൾ പൂനെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? രസമുണ്ട് സംഭവം, നല്ല വെറൈറ്റി ഒരു മാളാണ്. ഫുള്ള് ഫുഡാണ് മെയിനായിട്ട് അവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്ന തോന്നുന്നത്. ഫുഡിലോട്ടാണ് എല്ലാവരും വന്ന് മാക്സിമം സ്പെൻഡ് ചെയ്യണത്. അപ്പോൾ ഇനി അടുത്ത പരിപാടി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറേ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ പോണത് MG റോട്ടിലാണ്. പൂനെ MG റോട്ടിലുള്ള സ്ട്രീറ്റ് ഉണ്ട്, ഡ്രസ്സിൻ്റെയും ഫാൻസിയൊക്കെ ഉള്ള കടയിലേക്കാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ആ കടയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ.